ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ്ത് സെം ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ പഠിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം കാണാനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഒരു ടോട്ടൽ ഇൻകം നമ്മൾ കാണുമ്പോൾ ഇതിനൊരു സ്റ്റെപ്പാണ് പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണം. ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുക എന്ന് പറയുമ്പോൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആഡ് ചെയ്യണം. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് അതർ ഇൻകം. ഓക്കെ, ഇതിന്ന് എല്ലാത്തുനിന്നും കൂടെ കിട്ടുന്ന ഇൻകം കൂട്ടി കിട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ഓക്കെ, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് ലെസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ഇൻകം കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഡക്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി, പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, വോയിസ് കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും ലേറ്റ് ആയത്. വോയിസ് ശരിയാവുന്നില്ല, അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് മാറുമ്പോൾ മാറിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻകം ഫ്രം സാലറി ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ 5th സെമ്മിൽ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൽ പഠിച്ച കാര്യമാണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എടുക്കണം? ബേസിക് പേ എടുക്കണം, ബോണസ്, പിന്നെ HR എടുക്കണം, പെർക്യുസൈറ്റ്സ് എടുക്കണം, പിന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. പെർക്യുസൈറ്റിൽ വരുന്നതാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, പിന്നെ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ, പിന്നെ മോട്ടോർ കാറിൻ്റെ അത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം സാലറി കാണുമ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ ബാക്കി വരുന്ന എമൗണ്ട് എന്താണ്? ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇൻകം ഫ്രം സാലറി കാണുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 9.5 വരെയാണെങ്കിൽ കുഴപ്പമില്ല. അത് കൂടുതലാണെങ്കിൽ ആ കൂടുതൽ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അതൊക്കെ കിട്ടിയതിന് ശേഷം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 15,000 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സ് നമുക്ക് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. പിന്നെ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസും ലെസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ മോട്ടോർ കാറിൻ്റെ കേസൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ മോട്ടോർ കാർ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വീഡിയോ കാണണം എന്നുള്ളവർ കാണാം, അല്ലാത്തവർ കാണണ്ട. ഓക്കെ, അതിൻ്റെ നോട്ട്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടെലഗ്രാമിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ട്സ്. ആ നോട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ നമുക്ക് ഇൻകം കിട്ടുന്നത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. MRV, FRV ഇതിലേതാണോ ഹയർ അത്, പിന്നെ SRV ഇതിലേതാണോ ഏറ്റവും ചെറുത് അതും, പിന്നെ ARV, ERV ഇതിലേതാണോ ഏറ്റവും വലുത്. ഇത് ഇങ്ങനെയായിരുന്നു നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആനുവൽ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യണം. അതൊക്കെ നമുക്ക് എന്തിനാവശ്യമാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ആവശ്യമാണ്. ഓക്കെ, ചില കേസിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് തരും. ഓക്കെ, അല്ലാത്ത കേസിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലാത്ത കേസ് അങ്ങനെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിൽ ഡിഡക്ഷൻ വരുന്നുണ്ട്. 30% ലെസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അത് നമുക്ക് ലെസ് ചെയ്യാനുണ്ട്. പിന്നെ കുറേ കാലം മുന്നേ എടുത്തിട്ടുള്ളതാണെങ്കിൽ ആ വലിയ എമൗണ്ടിന് നമ്മൾ 5 ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിൽ 1 നമുക്ക് ലെസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻകം ഫ്രം സാലറിയുടെയും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെയും ഡിഡക്ഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനൊക്കെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ഓഫിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ പ്രീവിയസ് കുറച്ച് മുന്നേ 1-2 വീഡിയോസുകളിലായിട്ട് സെറ്റ് ഓഫിൻ്റെ കാര്യം പറഞ്ഞു.
രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണുള്ളത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യണം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ലെസ് ചെയ്യണം. എന്നിട്ടുള്ള എമൗണ്ട് വേണം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഏതാണെങ്കിലും ഞാൻ ക്യാപിറ്റൽ ഗെയിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഈ ഡിഡക്ഷൻസിൻ്റെ സാലറീൻ്റെയും ഹൗസ് പ്രോപ്പർട്ടീൻ്റെയും മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഇൻകം ഫ്രം ലോട്ടറി അടിച്ചിട്ട് കിട്ടുന്ന ഹോഴ്സ് റേസ്, അതുപോലെ തന്നെ ക്രോസ് വേർഡ് പസിൽസ്, അത്തരത്തിലുള്ളതൊക്കെ അല്ലേ. ഇൻകം ഫ്രം അതർ സോഴ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. നിങ്ങൾ PDF ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മേ ബി ടെലഗ്രാമിൽ തന്നെ കിട്ടിയേക്കാം. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ കാണും. ഓക്കെ, അങ്ങനെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിന് എല്ലാത്തുനിന്നും കിട്ടുന്ന എമൗണ്ട് വെച്ച് ആഡ് ചെയ്താൽ. എന്നിട്ട് അതിൽ നിന്ന് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് നമ്മൾ ലെസ് ചെയ്യാം. 80C വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 80C, 80D, 80G, 80GGA, GGB, GGC, പിന്നെ അതുപോലെ തന്നെ TTA ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്നത് 80Cൻ്റെ അണ്ടറിലൊക്കെ വരുന്നതാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഡൊണേഷൻ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെയാണ്. ഡിഡക്ഷൻസ് നിങ്ങളെല്ലാവരും കാണാണ്ട പഠിക്കണം. ഓക്കെ, അത് മാത്രമായിട്ടും essay വരാം, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യനും വരാം. എന്നിട്ട് ആ ഡിഡക്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. എന്നിട്ട് അതിന് ടോട്ടൽ ഇൻകം കാണാം. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം കാണുന്നതിനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U വരെ ഉള്ളത് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഒരു 2 പ്രോബ്ലം അപ്ലോഡ് ചെയ്യാം. ഇനി കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന്, ലൈക്ക് പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അത് വോയിസ് ശരിയാവുകയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. 2 പ്രോബ്ലം ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ചാപ്റ്ററിലും കൂടെ നമുക്ക് പ്രോബ്ലംസ് വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലംസ് ഒന്നുമില്ല, കംപ്ലീറ്റ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം അങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.